അങ്ങനെ നമ്മുടെ കോട്ടയത്തെ ലുലു മാൾ വന്നിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷത്തിൽ കുറച്ച് ലേറ്റ് ആയാലും ലുലു മാളിൽ ഒന്ന് ഷോപ്പിങ്ങിൽ പോകാം, അവിടെ എന്തൊക്കെയാണോ ഉള്ളതെന്ന് ഒന്ന് കണ്ടു നോക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഡാനീനെയും കൊണ്ട്. അങ്ങനെ ഞങ്ങൾ ലുലുവിൽ കയറി ഞങ്ങൾ പാർക്കിങ്ങിലേക്ക് പോയി. അവിടെ പാർക്കിംഗ് ഫീസ് ഒന്നുമില്ല, ഫ്രീ ആണ്. പിന്നെ അത് മാത്രമല്ല, ആ പാർക്കിങ്ങിൽ നമ്മൾ വണ്ടി ഇടുമ്പം അവിടെ ഒരു സർവീസ് അവർ കൊടുക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് പുറത്ത് ഔട്ട്സൈഡ് ക്ലീൻ ചെയ്ത് തരുന്ന ഒരു സർവീസ് ഉണ്ട്. അതിനവർ 250 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. നമ്മളത് ചൂസ് ചെയ്തില്ല. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ലിഫ്റ്റ് കയറി മുകളിലേക്ക് ചെന്നു. അതിനുശേഷം നമ്മൾ ഗ്രൗണ്ടിലെത്തി എൻട്രൻസിലൂടെ കയറുകയാണ്. അവിടെ ചെന്നപ്പോൾ നല്ല വിശാലമായ ഷോറൂം പോലെ കിടക്കുകയാണ്. അപ്പോൾ തന്നെ ഡാനിക്ക് ഇറങ്ങി നടക്കണമെന്ന് ആഗ്രഹമായി. ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നത്. അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം തൊട്ട് മുകളിൽ എസ്കലേറ്റർ വഴിയോ ലിഫ്റ്റ് വഴിയോ കയറി ചെല്ലാവുന്നിടത്ത് നമ്മൾക്ക് പിള്ളേർക്ക് വേണ്ടിയുള്ള കിഡ്സ് പാർക്കും പിന്നെ ലുലു ഫാഷൻ പിന്നെ ഫുഡ് സ്റ്റോറുകൾ അതെല്ലാം തൊട്ട് മുകളിലെ ഫ്ലോറിലാണ്. അങ്ങനെ ആകെ മൊത്തം 2 ഫ്ലോറേ ഉള്ളൂ. ഒരിട ദിവസമാണ് ഞങ്ങൾ അവിടെ ചെന്നതെങ്കിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഒരു വീക്കെൻഡിൻ്റെ അത്രയും തിരക്കില്ല എങ്കിൽ പോലും ആ ഒരു ഇട ദിവസത്തെ തിരക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനപ്പോൾ അവിടെ ചെന്നപ്പോൾ മാമാ എർത്തിൻ്റെ പ്രോഡക്ട്സ് കണ്ടു. അപ്പോൾ മാമാ എർത്തിൻ്റെ പ്രോഡക്ട്സിനെ പറ്റി ഞാൻ കുറച്ച് റീൽസൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ഈ ബീട്രൂട്ട് ലിപ് ബാം എങ്ങനെയാണെന്ന് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഒരെണ്ണം വാങ്ങി നോക്കി. പിന്നെ ഡാനിയുടെ കാര്യം പറയണ്ട കേട്ടോ, കാണുന്ന എല്ലാവർക്കും ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് അതിലേക്കൂടെയൊക്കെ നടന്ന് അങ്ങനെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാനായിട്ട് പോവുകയായിരുന്നു. അവിടെ നമ്മൾക്ക് കയറുമ്പോൾ ബാക്ക് പാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ സെക്യൂരിറ്റിനെ ഏൽപ്പിച്ചിട്ട് വേണം അകത്ത് കയറാൻ. പിന്നെ നമുക്ക് ഗ്രോസറി ഷോപ്പിംഗ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. മോളിനകത്ത് കയറിയാൽ പുറത്ത് വെയിലാണോ മഴയാണോ എന്നൊന്നും നമ്മളറിയില്ല. നമ്മളെ ഇങ്ങനെ മാടി മാടി വിളിക്കാനായിട്ട് ഓരോ കടകൾ 3 വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു ആ പാർക്കിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഡാനിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് എസ്കലേറ്ററിൽ പോകുന്നത്. അങ്ങനെ അവൻ എസ്കലേറ്ററിൽ പോയി. ഇതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. അൽബൈക്ക്, പൾപ്പ് ഫാക്ടറി, ടീ സ്റ്റോപ്പ്, അങ്ങനെ അന്നപൂർണ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് ട്രൈ ചെയ്തത് ആദ്യം അന്നപൂർണയിൽ കയറി ഇതൊരു ഉണ്ടക്കായാണ്. ഉണ്ടക്കായ കഴിച്ചു. പിന്നെ അടുത്തതായിട്ട് ഈ ഒരു നിറച്ചത് ഈ തേങ്ങായും പഞ്ചസാരയൊക്കെ ഇട്ട് നിറച്ച ഒരു സംഭവമായിരുന്നു. അതുപോലെ പഴം നിറച്ചും ഉണ്ടായിരുന്നു. പിന്നെ ഒരു സാധാ ഉഴുന്നുവടയും ഉണ്ടായിരുന്നു. അപ്പോൾ ഡാനിക്ക് ഏറ്റവും ഇഷ്ടം ഉഴുന്നുവടയാണ്. അപ്പോൾ അവന് വേണ്ടി വാങ്ങിയതാണ് ഉഴുന്നുവട. പിന്നെ ഞങ്ങൾ പഴം നിറച്ചതും മുന്നക്കായും ഒക്കെ ട്രൈ ചെയ്ത് കഴിച്ചു. എല്ലാം ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അന്തം വിട്ട് കുന്തം മെഴിഞ്ഞ പോലെ ഞങ്ങൾ എല്ലാ ഫുഡ് സ്റ്റോറിലും നമ്മൾ നോക്കുമായിരുന്നു ഇതിലേതെടുക്കണം. നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ ഏതെടുക്കണം എന്നുള്ളത്. അപ്പം അന്നപൂർണ എന്ന് പറഞ്ഞാൽ പ്യുവർ വെജിറ്റേറിയൻ നമുക്കറിയാം, നമ്മളിപ്പോൾ കഴിച്ചു ഉന്നക്കായെല്ലാം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് മോമോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമ്മൾ ഡൽഹി പഠിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്നത് മോമോസാണ്. പക്ഷേ അവിടുത്തെ മോമോസ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇവിടെ ഞങ്ങൾ ചീസ് ചിക്കൻ്റെ ഒരു സ്റ്റീംഡ് മോമോസും ഓർഡർ ചെയ്തു, ഫ്രൈഡ് മോമോസും ഓർഡർ ചെയ്തു. വലിയ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് നല്ലതെന്നൊന്നും പറയാനില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഈ ഒരു കിഡ്സ് സോണിലേക്ക് നമ്മൾ പോവുകയായിരുന്നു. അവിടെ ഡാനി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കുട്ടികളെല്ലാം കളിക്കുന്നതൊക്കെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 3 വയസ്സിന് മേളിലേക്കൊക്കെയുള്ള കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതലൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി കുറച്ചൊക്കെ കാര്യങ്ങൾ അവിടെയുള്ളൂ. ബാക്കി കുഞ്ഞു പിള്ളേർക്ക് ജസ്റ്റ് അതിലേക്ക് നോക്കി നടക്കാനും ഇരിക്കാനും ഒരു ഊഞ്ഞാൽ പോലത്തെ സ്വിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ നമ്മളൊരു ടിക്കറ്റ് എടുക്കുന്നത് 1200 എന്തോ ആണ്. അപ്പോൾ അതെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ എല്ലാ റൈഡിലും നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ അതൊരു ടിക്കറ്റ് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ അത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങളിങ്ങനെ കുട്ടികൾക്കുള്ള കുഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടന്നപ്പോഴാണ് ഈ കുഞ്ഞു വാവ അവിടെ ഒരു ചെറിയ മ്യൂസിക് സ്വിങ്ങിലിരുന്ന് ആടുന്നത് കണ്ടത്.
ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോയിലൂടെ നിങ്ങളും കോട്ടയം ലുലു മാളിൽ കൂടെ നടന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.